ഇറാനെതിരായ നിലപാട് മയപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ സൈനിക നടപടി ഉടൻ വേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. അതേസമയം ഇറാനിൽ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ 3400-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, ഇറാനോട് ട്രംപ് മയപ്പെടുകയാണോ ഈ ഒരു അനുനയത്തിന് പിന്നിലുണ്ടാകുന്നത്? കാർത്തു, പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സമാന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിനോടടുത്ത് എത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടിൽ ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് മറ്റൊരു കാരണമായി പറയുന്നത് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള നെതന്യാഹു സംസാരിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടി ഉപദേശം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും അതുപോലെ തന്നെ ലെബനൻ, സിറിയ പോലുള്ള രാജ്യങ്ങളിലെ സംഘർഷങ്ങളും എല്ലാം തന്നെ പശ്ചിമേഷ്യയെ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ US ഒരു യുദ്ധത്തിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ആശങ്കകൾക്ക് അത് കാരണമാകും. മാത്രമല്ല ഇപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങൾ ഇരുപക്ഷങ്ങളിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ചേരികൾ രൂപപ്പെടാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. US ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ US വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അവസരം നൽകില്ല എന്ന് സൗദി അറേബ്യ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഒമാൻ മുതലായ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക സൈനിക നടപടിയിലേക്ക് പോവുകയാണ് എങ്കിൽ തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഖത്തറും ഒമാനും ഈജിപ്റ്റും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഇറാനെ ആക്രമിക്കരുത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് നിലവിലുള്ള കാര്യങ്ങളിൽ നിന്ന് കൈവിട്ട് പോകും. മാത്രമല്ല ഒരു യുദ്ധ സാധ്യത ഉണ്ടാവുകയാണ് എങ്കിൽ അത് എണ്ണവില കുത്തനെ ഉയരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ചെങ്കടലിലെയും ഹോർമുസ് കടലിടുക്കിലെയും എല്ലാം ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങളെയും കപ്പൽ ഗതാഗതത്തെയും എല്ലാം ബാധിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ട്രംപ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് നെതന്യാഹുവിൻ്റെ ഇടപെടൽ കൂടി കാരണമായി എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് ഓൺഡ്, അതായത് ഇസ്രായേലിൻ്റെ തന്നെ ഔദ്യോഗിക വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ സമയത്ത് ഒരു സൈനിക നടപടി വേണ്ട, അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്ന രീതിയിൽ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അഡ്വൈസ് കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലപാട് മയപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. കാരണം നേരത്തെ തന്നെ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടപ്പോൾ ഇറാൻ അമേരിക്കയുടെ എയർബേസുകൾ, ഖത്തറിലുള്ള എയർബേസുകൾ ആക്രമിച്ചിരുന്നു. അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു അത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് തീരെ ചെറുതായിരിക്കില്ല എന്നുള്ള ഒരു ബോധ്യം കൂടി ഉണ്ട്. മാത്രമല്ല ഈ ഒരു ആക്രമണം നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രക്ഷോഭത്തിന് ഗുണകരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇറാനിലെ ആഭ്യന്തര കലാപമായി ആരംഭിച്ച ഒരു പ്രക്ഷോഭം, അതായത് ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള തൊഴിലില്ലായ്മ, അഴിമതി, സാമ്പത്തിക കെടുകാര്യസ്ഥത മുതലായ കാര്യങ്ങൾക്കുള്ളിൽ അതിനെതിരെ നാട്ടുകാർ ആരംഭിച്ച ആ ഒരു പ്രക്ഷോഭം ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികളും പിന്നിട്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ ചരക്ക് നീക്കത്തെയും ആഗോള എണ്ണ വ്യാപാരത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഘർഷമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരി, വ്യക്തമാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.